നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾക്ക് വിദേശ രാജ്യങ്ങളിലും പ്രിയമേറുന്നു. ഈ സാഹചര്യം പരിഗണിച്ച് സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ് സഹകരണ വകുപ്പ്. മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത യോഗത്തിൽ 22 സ്ഥാപനങ്ങൾ കയറ്റുമതിക്ക് യോഗ്യമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇവ വിദേശ മാർക്കറ്റുകളിൽ എത്തിക്കാൻ 7 കമ്പനികളും രംഗത്തെത്തി. ഇതിൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി മുഖേന അമേരിക്കയിലേക്കുള്ള ആദ്യ കണ്ടെയ്നർ ചൊവ്വാഴ്ച പുറപ്പെടും. അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരം വിപണി ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ കയറ്റുമതി കേന്ദ്രം തുടങ്ങാനും ലക്ഷ്യമിടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. 360ഓളം ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘങ്ങളുടേതായുണ്ട്. ഇവ ഗുണനിലവാരം ഉറപ്പാക്കി കയറ്റുമതി ചെയ്യും. ഉൽപ്പാദകർക്ക് വില ലഭ്യതയും ഉറപ്പാക്കും. വെളിച്ചെണ്ണയ്ക്കാണ് വിദേശത്ത് ആവശ്യക്കാരേറെയുള്ളത്. സംസ്കരിച്ച ചക്ക, കപ്പ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ രുചിയും വിദേശികൾക്ക് പ്രിയമാണ്. കോഴിക്കോട് ആസ്ഥാനമായ നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ സഹകരണ സംഘം, എറണാകുളം വാരപ്പട്ടി സർവീസ് സഹകരണ ബാങ്ക് എന്നിവ വെളിച്ചെണ്ണ, വയനാടൻ ഉൽപ്പന്നങ്ങൾ, സംസ്കരിച്ച ഏത്തപ്പഴം, കൈതച്ചക്ക, ചക്കപ്പഴം തുടങ്ങിയവ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ഇവരുടെ വിജയത്തിന്റെ പിൻബലത്തിലാണ് സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വിദേശ വിപണി ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോop കേരള എന്ന ബ്രാൻഡിംഗിൽ നിരവധി ഉൽപ്പന്നങ്ങൾ ആമസോണിലും വിൽക്കുന്നുണ്ട്. പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകനായിരുന്ന സോമസാഗരത്തിന്റെ ആത്മഹത്യയിൽ ബാങ്കിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കാലാവധി കഴിഞ്ഞിട്ടും മടക്കി നൽകാത്ത നിക്ഷേപ തുകയായ 5 ലക്ഷം രൂപ ഉടനടി മടക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ വകുപ്പിനും അപേക്ഷ തയ്യാറാക്കി നൽകി. എത്രയും വേഗം നിക്ഷേപ തുക വാങ്ങി നൽകാൻ CPI സഹായിക്കുമെന്ന് കുടുംബത്തിന് സെക്രട്ടറി ഉറപ്പു നൽകി. സോമസാഗരത്തിന്റെ വീട്ടിലെത്തി ഭാര്യയെയും ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും നേരിൽ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ KS, സംസ്ഥാന കൗൺസിൽ അംഗം AS ആനന്ദകുമാർ, നെയ്യാറ്റിൻകര മണ്ഡലം സെക്രട്ടറി GN ശ്രീകുമാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി S രാഘവൻ നായർ, സെക്രട്ടേറിയറ്റ് അംഗം VS സജീവ് കുമാർ, അമരവിള ലോക്കൽ സെക്രട്ടറി അമരവിള സലീം, KV ജയപ്രകാശ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ പട്ടത്താനം സർവീസ് സഹകരണ ബാങ്ക് സ്കൂൾ മാർക്കറ്റ് തുടങ്ങി. അമ്മൻനടയിലെ ബാങ്ക് ആസ്ഥാനത്ത് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SR രാഹുൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ പ്രേം ഉഷാർ, ഭരണസമിതി അംഗങ്ങളായ അനിൽകുമാർ, മോഹനൻ, കൃഷ്ണകുമാർ, ഷിബു P നായർ, ഉമ, ഷീമ, ഡെസ്റ്റിമോണ, ഷാനവാസ്, ഉമേഷ്, സെക്രട്ടറി ശോഭ എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് 50% വിലക്കുറവിലാണ് നോട്ട് ബുക്കുകളും മറ്റു പഠനോപകരണങ്ങളും നൽകുന്നത്. സമർത്ഥരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പഠന സാമഗ്രികൾ നൽകും. കഴിഞ്ഞ വർഷവും ഇങ്ങനെ സൗജന്യ വിതരണം ചെയ്തിരുന്നു.